വെഗ്ന വന്ന് എല്ലാം തകർത്ത് തരിപ്പണമാക്കി തിരിച്ചുപോയി. അതിനുശേഷം ഡെമോഗോർഗൻസിനൊക്കെ നമ്മുടെ വില്ലും തീർത്തു. പക്ഷെ വെഗ്നയ്ക്ക് വേണ്ട കുട്ടികളെ എല്ലാം തന്നെ ഡെമോഗോർഗൻസ് വെഗ്നയുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഡെമോഗോർഗൻസിനെ വില്ല് തീർത്തു കളഞ്ഞത് കണ്ട് ജോയ്സും മൈക്കും ആകെ വണ്ടറടിച്ച് നിൽക്കുന്നുണ്ട്. അവനടുത്തേക്ക് ഇവർ ഓടി വരുന്നു. മൈക്ക് ഓടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് നീ അടിപൊളിയാടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വില്ലിനാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. കാരണം 12 കുട്ടികളെ ഇപ്പൊ വെഗ്നയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് നേരത്തെ ഇതൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വില്ല് സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇവരവനെ സമാധാനിപ്പിക്കുന്നു. കുട്ടികളെ തുരങ്കത്തിലൂടെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ലൂക്കാസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തുരങ്കത്തിൽ പെട്ടുകിടക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററുകൾ വരുന്നത് കണ്ട വില്ലും ജോയ്സും മൈക്കും അവിടെ നിന്നും തുരങ്കത്തിലൂടെ ഇപ്പൊ ലൂക്കാസിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഇതേ സമയം തട്ടിക്കൊണ്ടുപോയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഹെൻറിയുടെ ആ ഒരു ലോകത്തിലേക്ക് എത്തുകയാണ്. ഹെൻറി അപ്പൊ തന്നെ അവരെ ക്രീൽ ഹൗസിലേക്ക് കൊണ്ടുവരികയും എല്ലായിടത്തും ദുഷ്ടന്മാര് വരുന്നുണ്ട് ഈ ലോകം തന്നെ നശിപ്പിക്കാനായിട്ട്. പക്ഷെ രാക്ഷസന്മാരില്ലാത്ത മറ്റൊരു ലോകം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഹെൻറി ഇപ്പോ അവകാശപ്പെടുന്നു. കുട്ടികൾ വ്യത്യസ്തരായതിനാലാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതെന്നും അവൻ പറയുന്നുണ്ട്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്തെ രക്ഷിക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നതോട് കൂടിയിട്ട് കുട്ടികളൊക്കെ ഭയങ്കര കയ്യടി. അപ്പോ നമ്മുടെ ഹോളി ആണെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഇനിയും നിങ്ങൾ കുട്ടികളെ കൂട്ടരാനായിട്ട് പോകുന്നുണ്ടോ എന്ന്. പക്ഷെ ഇല്ല എന്നാണ് ഹെൻറി പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ കെയും സംഘവും ഹോപ്പറിനെയും ഇലവനെയും തേടിയിട്ട് ഇപ്പോ അകത്തേക്ക് കിടക്കുന്നതാണ്. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും പൊട്ടി പോലും ആ റൂമിനകത്ത് ഉണ്ടായിരുന്നില്ല. അവിടെ 8 ഉണ്ടായിരുന്നു താനും. 8ന്റെ പവർ ഉപയോഗിച്ചിട്ട് അവളുടെ ഒരു രൂപം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് പിന്നീടാണ് ഡോക്ടർ കെക്ക് മനസ്സിലായത്. പക്ഷെ അപ്പോഴേക്കും ഇലവനും നമ്മുടെ ഹോപ്പറും 8ഉം കൂടി അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാവം ഡോക്ടർ കെ ചമ്മിപ്പോയി. പരിക്കേറ്റ് കിടക്കുന്ന ലൂക്കാസിന്റെ അടുത്തേക്ക് ഇപ്പൊ ജോയ്സും മൈക്കും വില്ലും എത്തിച്ചേർന്നിരിക്കുകയാണ്. അവന്റെ നെഞ്ചിന്റെ ഭാഗത്തായിട്ട് നല്ല പരിക്കുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഇവർ ആ ടണലിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ജോയ്സ് തന്റെ മകനായിട്ടുള്ള വില്ലിനോട് പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല, നീ ആ ഒരു തന്തയില്ലാത്തവനെ തീർത്തിരിക്കണം. ഇത്രയും നാളും ആരും തന്നെ നിന്നെ മനസ്സിലാക്കിയിരുന്നില്ല, ഞാൻ ഉൾപ്പെടെ. പക്ഷേ നീ നിന്റെ ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് അവനെ തീർത്തേക്കണം. അത് കേട്ടതും വില്ലിന് ആത്മവിശ്വാസം കൂടുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും നാള് തന്നെ വിശ്വാസമല്ലാത്ത അല്ലെങ്കിൽ തന്നെ ഒരു കാര്യത്തിനും വിടാത്ത തന്റെ അമ്മ ഇപ്പോ അവന് ഒടുക്കത്തെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇതേ സമയം 11ഉം 8ഉം ഹോപ്പറും കൂടി ചേർന്നിട്ട് ഇപ്പോ ചർച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഡസ്റ്റിനും സ്റ്റീവും നാൻസിയും ജോനാഥനും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല 11 ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹോപ്പറിനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. നെഞ്ചത്ത് എക്സ്പ്ലോസീവ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ മരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, അതെന്തിനാണ്? അതേസമയം ഡസ്റ്റിനും സ്റ്റീവും നാൻസിയും ജോനാഥനും ആണെന്നുണ്ടെങ്കിൽ ഹോക്കിൻസ് ലാബിലേക്ക് എത്തുകയാണ്. ഡസ്റ്റിൻ അപ്പോ അവന്റെ ഒരു തിയറി പറയുന്നുണ്ട്. ഇവരിപ്പോ ഈ കാണുന്ന വലിയൊരു മതിലുണ്ടല്ലോ, അത് ചിലപ്പോ ഇവിടെയുള്ള ഈ ഒരു ലാബിലുള്ള ഒരു ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാന്ത്രിക കവചമായിരിക്കാം. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ 2 ടീമായിട്ട് ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ജോനാഥനും നാൻസിയും ഒരു ടീം, ഡസ്റ്റിനും സ്റ്റീവും മറ്റൊരു ടീം. അങ്ങനെ ഇവർ തെരച്ചിലോട് തെരച്ചില്. ഞാനും നാൻസിയും ടീം ആയിക്കോളാമെന്ന് സ്റ്റീവ് പറഞ്ഞെങ്കിലും അത് നടന്നില്ല. അങ്ങനെ ഇവർ തെരച്ചിൽ തുടങ്ങി. സ്റ്റീവും ഡസ്റ്റിനും ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തർക്കിക്കുന്നു. ഇതേ സമയം ക്രീൽ ഹൗസിലാണെന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാവരും തന്നെ വളരെ ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ ഹോളി മാത്രം വളരെ ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണ്. അവളുടെ ഉറ്റ സുഹൃത്തിനോട് പോലും അവൾക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവൾ ഒരു പോകാൻ വഴി കണ്ടെത്തി. എല്ലാ കുട്ടികളും കളിക്കുമ്പോൾ അവൾ അവിടെ നിന്നും ഒളിച്ചോടാനായിട്ട് തീരുമാനിക്കുന്നു. എന്നിട്ട് മാക്സിനെ കണ്ടുമുട്ടുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് മറ്റൊരു സൗണ്ട് കേൾക്കുകയാണ്. പേടിച്ച് അവരങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അത് മറ്റാരുമല്ല, ഡെറക് ആയിരുന്നു. അവൻ അങ്ങനെ ഹെൻറിയുടെ എല്ലാ കാര്യങ്ങളും ഇവരോട് തുറന്നു പറയുന്നു. അതായത് മൈക്കും കൂട്ടരുമായിട്ടുള്ള ബന്ധമൊക്കെ ഇവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് ഹെൻറിയുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. വെഗ്നയെ തോൽപ്പിച്ച് കുട്ടികളെ രക്ഷിക്കാനായിട്ട് ജോയ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ പൊരിഞ്ഞ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്കിടെ എല്ലാവർക്കും വിശക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കാസിന് ഒരു ഐഡിയ മനസ്സിൽ വരുന്നുണ്ട്. ഇതേ സമയം അവന്റെ സഹോദരിയായിട്ടുള്ള എറിക്കയ്ക്കും ഒരു ഐഡിയ മനസ്സിൽ വരുന്നു. എറിക്കയുടെ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഡസ്റ്റിന്റെ മെന്റർ ആയിട്ടുള്ള മിസ്റ്റർ ക്ലാർക്ക് ഉണ്ട്, പുള്ളിയുടെ സഹായത്തോട് കൂടിയിട്ട് പുതിയൊരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷെ അതിനൊരുപാട് സമയം പിടിക്കുമെന്നാണ് സഹോദരനായിട്ടുള്ള ലൂക്കാസ് പറയുന്നത്.
മാത്രമല്ല അവന്റെ കയ്യിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആ വലിയ റേഡിയോ ടവറിന്റെ വൈദ്യുതി ഉപയോഗിച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ഡെമോഗോർഗന്റെ ശരീരത്തിലേക്ക് അവർ ഈ ഒരു ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കുക, എന്നിട്ട് വില്ലിന്റെ പവർ യൂട്ടിലൈസ് ചെയ്യുക. ജോയ്സിന് അത് സമ്മതമായിരുന്നു. രണ്ടും പരീക്ഷിച്ചു നോക്കാമെന്ന് ജോയ്സ് പറയുന്നു. ഇതേ സമയം ഹോക്കിൻസ് ലാബിലാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റിനും സ്റ്റീവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ് വഴക്ക് കൂടുകയാണ്. മറുവശത്ത് ജൊനാഥൻ ആണെന്നുണ്ടെങ്കിൽ നാൻസിയുമായിട്ട് അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവനെ മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പോ അവളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജനറേറ്റർ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ്. ജൊനാഥൻ അപ്പൊ പറയുന്നുണ്ട്, നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ ടോൺ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഒന്ന് നിർത്ത്, എന്റെ സിസ്റ്റർ അപകടത്തിലാണ്. നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാൻ ഇപ്പോ എനിക്ക് ഒരു തരത്തിലുള്ള താല്പര്യവുമില്ല. നാൻസിയോട് അവൻ കൂടുതൽ അടുക്കാനായിട്ടാണ് ശ്രമിച്ചത്, പക്ഷെ അവളാണെന്നുണ്ടെങ്കിൽ അവനെ ആട്ടിപ്പായിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല അവൻ അവൾക്ക് കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാസറ്റ് ബോക്സ് ഉണ്ടല്ലോ, അതിനുള്ളിലാണ് ആ റിംഗ് ഉള്ളത്. ഏറെ വിഷമിച്ച ജോനാഥൻ ആകട്ടെ അത് പോക്കറ്റിലേക്ക് തന്നെ എടുത്തു വെക്കുന്നു. ജോനാഥൻ അങ്ങനെ വീണ്ടും അവിടെ തെരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു ഡോറ് അവൻ തള്ളി തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിപ്പോയി. അതായത് ഇരുമ്പടക്കം ഇടനാഴികൾ മൊത്തം ഉരുകിയൊലിക്കുന്ന രീതിയിൽ അവിടെ ഒരുപാട് സൈനികരും മറ്റൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അവരങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതേ സമയം ചർച്ചിലിരിക്കുന്ന 11ന്റെ അടുത്ത് 8 കഴിഞ്ഞു പോയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡോക്ടർ കെയുടെ അടുത്തേക്ക് അവള് എത്തിപ്പെടുന്നതും ഒരു ഇടവേളയും കൂടാതെ 8ന്റെ രക്തം അവര് ഊറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതും എന്തോ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അവിടെ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. ഇതേ സമയം ഡെറക് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയും കാണിച്ചുകൊണ്ട് ആ ഒരു മരങ്ങൾക്കിടയിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇതേ സമയം തന്നെ മാക്സും ഹോളിയും കൂടി ചേർന്നിട്ട് ഹോളി ആദ്യമായിട്ട് എവിടെയാണോ ഹെൻറിയെ കണ്ടത് ആ ഒരു ഓർമ്മകൾ തേടിയിട്ട് ഇപ്പൊ അവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെമോഗോർഗന്റെ ശരീരത്തിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വില്ലാണെന്നുണ്ടെങ്കിൽ റോബിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. കാരണം അവള് കാരണമാണല്ലോ അവന്റെ ആ ഒരു പവർ അടക്കം അവനിപ്പോ എടുക്കാനായിട്ട് സാധിച്ചത്. അതൊക്കെ ഓക്കെ, പക്ഷെ എന്റെ ജീവൻ രക്ഷിച്ചത് നീയാണെന്നും പറഞ്ഞിട്ട് റോബിൻ ഇപ്പോ നമ്മുടെ വില്ലിനോട് നന്ദി പറയുകയാണ്. റോബിനും വിക്കിയുമായിട്ടുള്ള ആ ഒരു ബന്ധം മറ്റാരെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റീവിന് അറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ വില്ല് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഇവര് ആ ഒരു വൈദ്യുതി കടത്തിവിടാനായിട്ട് ആരംഭിച്ചു. മത്തങ്ങയ്ക്ക് തീ പിടിച്ചു തുടങ്ങി. അങ്ങനെ പ്ലാൻ ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇതേ സമയം മാക്സും ഹോളിയും കൂടി നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. അങ്ങനെ ഇവർ അതിനുള്ളിലേക്ക് കയറുകയാണ്. ഹോളിയുടെ ഒരു ഓർമ്മയിലേക്കാണ് ഇവർ രണ്ടുപേരും നടന്നു ചെല്ലുന്നത്. ഹോളിയുടെ വീടായിരുന്നു അത്. വീടിന് പുറത്തായിട്ട് ഹെൻറി ഇങ്ങനെ ജനലിലൂടെ നോക്കുന്നുണ്ട്. അത് വെറും ഓർമ്മ മാത്രമാണ്, നീ പേടിക്കണ്ട എന്നൊക്കെ മാക്സ് ഇപ്പൊ നമ്മുടെ ഹോളിയോട് പറയുന്നുണ്ട്. അവിടുത്തെ ഒരു ഷെൽഫില് ബുക്കുകളൊക്കെ മാറ്റിയപ്പോ ഇപ്പോ ലൈബ്രറിയിൽ ഇരിക്കുന്ന നമ്മുടെ ഹോളിയാണ് ഇവർ കാണുന്നത്. അവളുടെ അടുത്തേക്ക് അപ്പോ ഹെൻറി വരുന്നു. ഇതേ സമയം ഹോക്കിൻസ് ലാബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡസ്റ്റിനും സ്റ്റീവും തമ്മിൽ ഒടുക്കത്തെ തർക്കത്തിലാണ്. എഡ്ഡി മരിച്ചത് അവൻ ശരിക്കും ഒരു ഹീറോ ആവാൻ നോക്കിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡസ്റ്റിന് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഓ പിന്നെ സാറ് വലിയ ആളാണല്ലോ, മറ്റൊരുത്തന്റെ ഗേൾഫ്രണ്ടിന്റെ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് നടക്കലടാ നീ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒടുക്കത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പരമാവധി ഡസ്റ്റിനോട് വേണ്ടടാ നിർത്ത് നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡസ്റ്റിന് കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുവിധം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോടടി, രണ്ടും ക്ഷീണിച്ച് ഇപ്പൊ കിടക്കുന്നുണ്ട്. എനിക്ക് മതിയായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റീവ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴാണ് ഡസ്റ്റിൻ അവന്റെ അടുത്തായിട്ട് ഒരു ഡോറ് കാണുന്നത്. അതവൻ തുറന്നു നോക്കിയിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. അവന്റെ പദ്ധതി പ്രകാരമുള്ള ആ ഒരു ചാർട്ടും അതുപോലെ തന്നെ ആ റൂമിനകത്ത് മറ്റൊരു ചാർട്ടുമാണ് ഉണ്ടായിരുന്നത്. അതായത് അടയാളപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും വ്യത്യസ്തമാണ്. തന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞുവെന്ന് ഡസ്റ്റിൻ അപ്പോ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ സമയം മറുവശത്ത് ജോനാഥനും നാൻസിയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മൊത്തം ഉരുകിയൊലിച്ച രീതിയിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട്. അതിനിടയിൽ ഒരുപാട് സൈനികരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ മൃതശരീരം കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ചാണ് അതിലൂടെ നടന്നു പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് 8നെ തന്നെയാണ്. 11ന്റെ അടുത്ത് അവൾ നേരത്തെ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അത് വീണ്ടും തുടരുന്നു. ഒരു തക്കം കിട്ടിയപ്പോൾ ആ ഒരു ലാബിൽ നിന്ന് അവൾ രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയ ഒരു തോക്കും എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഉദ്യോഗസ്ഥരെയൊക്കെ വെടിവെച്ചിട്ട് അവളിപ്പോ ഒരു റൂമിലേക്ക് കയറി. അവിടെ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. എന്നെ രക്ഷിക്കൂ എന്ന് 8ന്റെ അടുത്ത് ആ ഒരു സ്ത്രീ പറയുന്നു. സൈനികര് അവളെ കീഴ്പ്പെടുത്താനായിട്ട് വരുമ്പോഴേക്കും അവൾ അവിടെ നിന്നും ഓടിപ്പോയി മറ്റൊരു മുറിയിലേക്ക് എത്തി. അവിടെയും ഇതുപോലെ തന്നെ മറ്റൊരു ഗർഭിണി. അവൾ അങ്ങനെ ഓടിപ്പോകും തോറും ഓരോ റൂമിലും ഓരോ ഗർഭിണികളെ അവൾ കണ്ടു. അതായത് ഡോക്ടർ കെ ഇവളുടെ രക്തം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഗർഭിണികളിലേക്ക് ഇൻജെക്ട് ചെയ്യുകയായിരുന്നു.
എയ്റ്റിന്റെ പവറുള്ള കുട്ടികൾ ഇനിയും ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഡോക്ടർ കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ കെയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്നും ഇപ്പൊ 8-11 പറയുന്നു. എന്തുകൊണ്ടാണ് ഡോക്ടർ കെ 11നെയും ഇപ്പോ അന്വേഷിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഹെൻറിയുടേത് പോലുള്ള പവർ കിട്ടിയിരിക്കുന്നത് 11 മാത്രമാണ്. അപ്പൊ അവളുടെ ബ്ലഡ് ഉപയോഗിച്ചിട്ടും വീണ്ടും ഇവളുടെ അച്ഛനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പരീക്ഷണം ആവർത്തിക്കാനായിട്ടാണ് അവരുടെ പുറപ്പാട്. ഇതേ സമയം ഡെറക് ആ ഒരു മരങ്ങൾക്കിടയിലൂടെ പോകുന്നുണ്ടെന്ന് മറ്റു കുട്ടികളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ഹെൻറി ആകട്ടെ ഇപ്പോ ഡെറക്കിനെ കണ്ടുപിടിക്കുന്നു. അവന്റെ കയ്യിൽ നിന്നും ഹെൻറി ആ ഒരു മാപ്പും അതുപോലെ തന്നെ വടക്ക് നോക്കി യന്ത്രവും കണ്ടെത്തി. നിനക്ക് ആരാ ഇത് തന്നത്? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആരാ ഇത് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ തള്ള എന്നാണ് ഡെറക് പറയുന്നത്. ഇതേ സമയം നമ്മുടെ ഹോളിയും മാക്സും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹോളി പഠിക്കുന്ന ആ ഒരു സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അന്ന് ഡെറക് ഇവളെ ആ ഒരു റൈഡിൽ ഇരുത്തിക്കൊണ്ട് വളരെ വേഗത്തില് കറക്കിയിട്ടുണ്ടായിരുന്നു. ആ കറക്കുന്ന ഭാഗത്തിന്റെ നടുവിലായിട്ട് മഞ്ഞ കളറായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കറുപ്പാണ്. അങ്ങനെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഹോളി അത് തകർത്തു. എന്നിട്ട് ആ ഒരു വൃത്തത്തിനുള്ളിലേക്ക് ഇവര് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഹോളി അല്പം മടിച്ചെങ്കിലും മാക്സ് ആദ്യം അതിനുള്ളിലേക്ക് ഇറങ്ങി. വെറും മെമ്മറിയാണ് അതെന്ന് വീണ്ടും മാക്സ് അവളെ ഓർമ്മപ്പെടുത്തുന്നു. അന്ന് രാത്രി ഹോളി പിടിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഡെമോഗോർഗനെ അവളുടെ അമ്മ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നതും പരിക്കേറ്റ് തന്റെ അമ്മ വീഴുന്നതുമൊക്കെയാണ് അവളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ അമ്മയെ രക്ഷിക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്തില്ല, വെറുതെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് എന്നിപ്പോ മാക്സിന്റെ അടുത്ത് അവൾ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? മാക്സ് ഹോളിയെ സമാധാനിപ്പിക്കുന്നു. മറുവശത്ത് ലൂക്കാസും മൈക്കും കൂടി ചേർന്നിട്ട് മരിച്ചുപോയ ഒരു ഡെമോഗോർഗന്റെ ശരീരമെടുത്ത് ഇപ്പൊ ആ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വെക്കുന്നു. അവിടെ നിന്നാണ് ഈ ഒരു ഡെമോഗോർഗന്റെ ശരീരത്തിലേക്ക് ഇവര് വൈദ്യുതി കടത്തിവിടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവര് ഒരു വലിയ ആണി അടിച്ചു കയറ്റുന്നു. ശേഷം പവർ ഓണാക്കുകയാണ്. ആദ്യമൊക്കെ വളരെ കുറഞ്ഞ വോൾട്ടേജിലാണ് ചെയ്തിരുന്നത്, പക്ഷെ പവർ വീണ്ടും വീണ്ടും കൂട്ടേണ്ടി വന്നു. അങ്ങനെ ഇപ്പൊ 50% മുകളിലേക്ക് പോകാനായിട്ടുണ്ട്. ഇതേ സമയം വില്ലാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാറിയിരുന്നു കൊണ്ട് ഈ ഒരു ഡെമോഗോർഗന്റെ ശരീരത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മനസ്സിലേക്ക് കയറിപ്പറ്റി ഹെൻറിയുടെ ആ ഒരു ലോകവും അതുപോലെ തന്നെ അപ്സൈഡ് ഡൗണിൽ നടക്കുന്ന കാര്യമെല്ലാം തന്നെ കണ്ടുപിടിച്ച് ഇവരോട് പറയുന്നു. ഹോളിയുടെ കാര്യം ചോദിക്കുമ്പോൾ മാക്സിന്റെ കൂടെ ഹോളി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ലൂക്കാസ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്നുണ്ട്. മാത്രമല്ല അവരെ രണ്ടുപേരെയും വെഗ്ന ഇപ്പോ വേട്ടയാടാനായിട്ട് പോകുന്നുണ്ടെന്നും വില്ല് ഇവരോട് പറയുന്നുണ്ട്. ഇതേ സമയം ഇവര് പുറത്തേക്ക് കടക്കാനുള്ള വാതിലൊക്കെ കണ്ടുപിടിച്ചു. പക്ഷെ അപ്പോഴേക്കും ഹെൻറി അങ്ങോട്ടേക്ക് വന്നിട്ട് ഉഗ്രരൂപിയായിട്ടുള്ള വെഗ്നയായി മാറുകയും മാക്സിന്റെ കഴുത്തിന് പിടിക്കുകയും ചെയ്യുകയാണ്. ശ്വാസം മുട്ടി മാക്സ് ഇപ്പോ പെട്ടഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ വെഗ്നയുടെ മൈൻഡും ഇപ്പൊ വില്ല് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെഗ്നയുടെ ഒരു കാലങ്ങട് വില്ല് ഒട്ടിച്ചങ്ങട് കളഞ്ഞു. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മാക്സിനും ഹോളിക്കും ഒന്നും മനസ്സിലായില്ല. വെഗ്നയുടെ പിടിവിട്ട് നിലത്ത് വീണിട്ടുണ്ടായിരുന്ന മാക്സിന്റെ അടുത്ത് വെഗ്ന ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ നീ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓട് ഓട് എന്ന്. പക്ഷെ അത് പറയുന്നത് വില്ലാണ്. അതോടുകൂടി മാക്സിന് കാര്യം മനസ്സിലായി. ഇവർ രണ്ടുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. വെഗ്നയ്ക്ക് ആ ഒരു സമയത്ത് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എല്ലാം വില്ലിന്റെ കൺട്രോളിലായിരുന്നു. പക്ഷെ തൊട്ടടുത്ത നിമിഷം ഹെൻറി ആയിട്ട് വെഗ്ന മാറുന്നു. അതിനുശേഷം ഗെറ്റ് ഔട്ട് എന്നൊക്കെ ഹെൻറി പറയുന്നതോട് കൂടിയിട്ട് വില്ല് അവിടെ നിന്നും, അതായത് നമ്മുടെ ലോകത്തു നിന്നും വില്ല് അങ്ങോട്ട് തെറിച്ചു വീഴുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം വില്ലാണെന്നുണ്ടെങ്കിൽ ബോധരഹിതനായിട്ട് അവിടെ കിടക്കുകയാണ്. ഇതേ സമയം നാൻസിയും ജോനാഥനും ആണെന്നുണ്ടെങ്കിൽ ഒരു റൂഫിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈദ്യുതി ഇങ്ങനെ പെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇടിവാള് പോലെ ഒരു വലിയ ഗോളം അവർ കാണുന്നുണ്ട്. ടെസ്റ്റും പറഞ്ഞ ആ ഒരു ജനറേറ്റർ ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ജോനാഥനും നാൻസിയും കൂടി അതിന് നേരെ വെടിവെക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ ഇതിനോടകം തന്നെ ഡസ്റ്റിൻ മറ്റെന്തോ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ തിരികെ ഓടുന്നുണ്ട്. ഇവരുമായിട്ട് റേഡിയോയിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ ക്ലിയർ ആയിട്ട് ജോനാഥൻ കേൾക്കുന്നില്ല. തൊട്ടടുത്ത നിമിഷം നാൻസി വെടിവെക്കുന്നു. ഡസ്റ്റിൻ അപ്പോൾ റേഡിയോയിലൂടെ പറയുന്നുണ്ട്, ഒരിക്കലും അത് നശിപ്പിക്കരുത്, എല്ലാവരും മരിക്കും. പക്ഷെ ഇവർ രണ്ടുപേരും ആ ഒരു മുന്നറിയിപ്പ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. നാൻസി വെടിവെച്ചു. ഇങ്ങനൊരു സീന് കാണിച്ചുകൊണ്ടാണ് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.